ഹേയ് പ്രിയപ്പെട്ടവരെ, പരിമിതിയെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ അത് മറന്ന് എങ്ങനെ വിജയം നേടാമെന്ന് ബുദ്ധഗുരു പറഞ്ഞ ഒരു കഥ കേൾക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് നൽകിയിട്ടുള്ള വീഡിയോ ഒന്ന് എടുത്തു നോക്കണേ. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണത്. അത് കണ്ടവർക്ക് ഇത് കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് തീർച്ചയായും അത് കാണുക. ഗുരു പറഞ്ഞു കൊടുത്ത കഥ കേട്ടാലോ? ഒരിടത്ത് ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളം ചുമന്ന് ജീവിച്ചിരുന്ന വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന് നദിയുടെ തീരത്ത് ഒരു ചെറിയ കൃഷിയിടമുണ്ടായിരുന്നു. ദിവസവും അദ്ദേഹം 2 വലിയ ബക്കറ്റുകൾ ഉപയോഗിച്ച് നദിയിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുമായിരുന്നു. ഈ ബക്കറ്റുകളിൽ ഒന്ന് വളരെ മികച്ചതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ബക്കറ്റിൽ ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു. അത് കാരണം നദിയിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തുമ്പോഴേക്കും പകുതി വെള്ളം ചോർന്നു പോകുമായിരുന്നു. 2 വർഷത്തോളം ഈ വൃദ്ധൻ ചോർച്ചയുള്ളതും അല്ലാത്തതുമായ ബക്കറ്റുകൾ ഉപയോഗിച്ച് വെള്ളം ചുമന്നു. ഒരു ദിവസം ചോർച്ചയില്ലാത്ത നല്ല ബക്കറ്റ് ചോർച്ചയുള്ള ബക്കറ്റിനോട് പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് നിന്നോട് സഹതാപമുണ്ട്. നീ നിന്റെ ജോലി പൂർണ്ണമായി ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് കൃഷിയിടത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നീ കാരണം നമ്മുടെ ചുമൽക്കാരന് ഇരട്ടി ഭാരമാണ്. നീ ലക്ഷ്യത്തിൽ എത്തുമ്പോഴേക്കും പകുതി വെള്ളം കളയുന്നു. ചോർച്ചയുള്ള ബക്കറ്റ് വിഷമത്തോടെ തലകുനിച്ചു. തൻ്റെ കുറവുകൾ കാരണം താൻ ഉപയോഗശൂന്യനാണെന്ന് അത് വിശ്വസിച്ചു. അടുത്ത ദിവസം ചോർച്ചയുള്ള ബക്കറ്റ് ദുഃഖത്തോടെ വൃദ്ധനോട് പറഞ്ഞു, യജമാനനെ, എൻ്റെ ചോർച്ച കാരണം ഞാൻ ഒരുപാട് വെള്ളം പാഴാക്കുന്നുണ്ട്. എന്നെ ഉപേക്ഷിച്ച് പകരം പുതിയൊരു ബക്കറ്റ് വാങ്ങിക്കോളൂ. എനിക്ക് എൻ്റെ ദൗത്യം പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നില്ല. അത് കേട്ട് പുഞ്ചിരിച്ചു. അദ്ദേഹം ബക്കറ്റിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നീ നിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ കുറവ് മാത്രമേ കാണാൻ കഴിയൂ. നീ എൻ്റെ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൃദ്ധൻ ആ ബക്കറ്റിനെ പിടിച്ച് നദിക്കരയിൽ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് വിരൽ ചൂണ്ടി. നീ പോകുന്ന വഴിയിലെ നിന്റെ ഭാഗത്തുള്ള പൂക്കളും ചെടികളും ശ്രദ്ധിച്ചു നോക്കൂ. അതെല്ലാം എത്ര മനോഹരമാണ്. നീ ചോർത്തിയ വെള്ളം വീണ് നിന്റെ വഴിയിലെ ചെടികൾ മാത്രമാണ് ഇത്രയധികം തഴച്ചു വളർന്നതും പൂവിട്ടതും. വൃദ്ധൻ തുടർന്നു, നിന്റെ കുറവ് കാരണമാണ് ഞാൻ ദിവസവും ആ വഴിയിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള വിത്തുകൾ വിതച്ചത്. നിന്റെ ന്യൂനത ഉപയോഗിച്ച് ഞാൻ സൗന്ദര്യം സൃഷ്ടിച്ചു. നിന്റെ ചോർച്ച ലോകത്തിനൊരു കുറവായിരുന്നില്ല, അതൊരു വരദാനമായിരുന്നു. ബക്കറ്റിന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തൻ്റെ പരിമിതി ഒരു വലിയ കാര്യത്തിന് കാരണമായെന്ന് അത് തിരിച്ചറിഞ്ഞു. അതെ, നമ്മളും ഇതുപോലെയാണ്. നമ്മൾ നമ്മുടെ പരിമിതികളെ മാത്രം ആലോചിച്ച് വിഷമിക്കുന്നു. നമ്മൾ കാരണം മറ്റുള്ളവർ നേടിയെടുത്ത വരദാനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്ത കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ പരിമിതിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നാം വിഷമിച്ചിരിക്കുന്നു. ഈ പരിമിതികളെ മാറ്റുക. നിങ്ങളുടെ ചോർന്ന ബക്കറ്റ് എന്താണ്? പണമില്ലാത്ത അവസ്ഥ, മോശം വിദ്യാഭ്യാസം, കഷ്ടപ്പാടുള്ള പശ്ചാത്തലം, ഇതെല്ലാം നമുക്ക് കുറവുകളായി തോന്നാം. എന്നാൽ ഈ കുറവുകളെ ഉപയോഗിച്ച് നമുക്ക് ചുറ്റും സൗന്ദര്യം അല്ലെങ്കിൽ വിജയം സൃഷ്ടിക്കാൻ സാധിക്കും. ബക്കറ്റിൻ്റെ ഭാഗത്തുള്ള പൂക്കൾ മാതിരി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ നിങ്ങളുടെ കുറവുകൾ കാരണമുണ്ടാകുന്ന മനോഹരമായ ഫലങ്ങളെ തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത് നിങ്ങളുടെ കുറവുകളുടെ മറികടക്കലിനെയാണ്. ഇപ്പോഴുള്ളത് എന്താണോ അത് ഉപയോഗിക്കുക. മികച്ച ബക്കറ്റിന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ചോർച്ചയുള്ള ബക്കറ്റ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ ലക്ഷ്യത്തിലേക്ക് വെള്ളം ചുമക്കുക. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂനതകൾ പോലും സൗന്ദര്യത്തിന് കാരണമാകും. നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ആ നല്ല മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സ്വഭാവം, നിങ്ങൾ നൽകിയ നല്ല പുഞ്ചിരികൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ അറിവുകളും കഴിവുകളും കൂട്ടുക. അതുപയോഗിച്ച് എങ്ങനെ എനിക്ക് എൻ്റെ വിജയത്തിലെത്താമെന്ന് ചിന്തിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ദയയുള്ള മനസ്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം, എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാം. മറ്റുള്ളവർക്ക് അതിന് യാതൊരു വില കൽപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളോടെങ്കിലും ദയയുള്ളവരായി പെരുമാറുക. നിങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുക. എങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ നന്ദിയുള്ളവനായിരിക്കാം എന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദയവേത് അതൊന്ന് കാണുക. ഒരുപാട് മാറ്റം അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കുള്ള ചെറിയതാണെങ്കിൽ പോലും ഉള്ള കഴിവിനെ വലുതാക്കാൻ ശ്രമിക്കുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങളും വിജയിക്കട്ടെ.
ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ ഈ കഴിവുകൾ എങ്ങനെ വിനിയോഗിക്കാമെന്ന് അറിയാൻ ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതെല്ലാം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതെ, അങ്ങനെ നമുക്ക് നമ്മുടെ പരിമിതികളെ വിജയമാക്കി മാറ്റാം. താങ്ക് യു ദ യൂണിവേഴ്സ്. താങ്ക് യു.